ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും 2 ദിവസത്തെ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇടാമെന്ന് ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. പക്ഷേ പറ്റിയില്ല കേട്ടോ. അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ത്രോട്ട് ഇൻഫെക്ഷനും കോൾഡും ഒക്കെ ഉണ്ട്, സൗണ്ടൊക്കെ ആകെ പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് മടിയും ഒക്കെ കൂടി ആയിട്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും തോന്നണില്ല. കുറേ വീഡിയോസ് ഉണ്ട് മൊബൈലിൽ, ഇനി അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇടാൻ നോക്കണം ഓരോ ദിവസവും. പറ്റുമെങ്കിൽ എത്രയും വേഗം ഞാൻ വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോട്ട അല്ലെങ്കിൽ ചിക്കു എന്ന് പറയും ഇത് വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്കാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വ്ളോഗ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ സപ്പോട്ടയും അതുപോലെ തന്നെ മറ്റേ ഇതുണ്ടല്ലോ സീതാപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സപ്പോട്ടയായിരുന്നു, ആ സപ്പോട്ടയാണ് കേട്ടോ. അത് രണ്ട് നന്നായി പഴുത്തു. അപ്പോൾ ഈ സപ്പോട്ടയുടെ ഉള്ളിൽ കണ്ട ഇത് ഇത്തിരി യെല്ലോ കളർ പോലെയാണ് ഇരിക്കുന്നത്. മറ്റേ സപ്പോട്ട ഇതിന് നല്ല മധുരമുള്ളത് കേട്ടോ. ബ്രൗൺ കളറായിട്ട് ഉള്ളിലിരിക്കാൻ നല്ല മധുരമായിരിക്കും. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞത് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതിൻ്റെ തൊലി അടക്കം ചിലവർ കഴിക്കും കേട്ടോ. ഇതിൽ നന്നായി കഴുകിയിട്ട് തൊലി അടക്കം നമ്മൾ മുറിച്ചിട്ട് തൊലി അടക്കം കഴിച്ച് തിന്നാം. ഞാൻ തൊലി അടക്കം കഴിക്കാറില്ല. എൻ്റെ ഹസ്ബൻഡൊക്കെ തൊലി അടക്കം കഴിക്കേണ്ട പറയും, ഇതിൻ്റെ തൊലി തിന്നുന്നത് നല്ലതാണെന്ന് പറയും. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇതിൻ്റെ മരം. അപ്പോൾ നമ്മളിങ്ങനെ പറിക്കും, അച്ഛനെ പറിക്കും. അച്ഛനിങ്ങനെ തോട്ടി വെച്ച് അതുമ്പോൾ നെറ്റൊക്കെ ഉള്ള തോട്ടില്ല, അങ്ങനെ വെച്ച് പറിച്ചെടുക്കും താഴെ വീഴാണ്ടിരിക്കാൻ. അപ്പോൾ താഴെ വീണത് പഴുപ്പിക്കുമ്പോൾ ചീഞ്ഞ് പോവും, അല്ലെങ്കിൽ പുഴു വരും, അങ്ങനെയൊക്കെ പ്രശ്നം വരും. അപ്പോൾ താഴെ വീഴാണ്ടിരിക്കാൻ നെറ്റൊക്കെ വെച്ച് അച്ഛൻ പറിച്ചെടുക്കും. നിറച്ച് പശയായിരിക്കും, വെള്ള കളറിൽ പശ. എന്നിട്ട് അത് ഞങ്ങൾ വൈക്കോലിൽ വെച്ച് പഴുപ്പിച്ച് കഴിക്കും. അപ്പോൾ അന്നേ ഞാൻ തൊലിയൊന്നും കഴിക്കാറില്ല, അതാണ് എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും ഞാനതിൻ്റെ ഇതൊക്കെ ചുരണ്ടി എന്താ പറയുക, അതിൻ്റെ ചോരയും നീരും വരെ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ടീസ്പൂൺ വെച്ചിട്ട്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സഡ് ജാറിലിട്ടൊന്ന് അടിച്ചു വെക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, എന്താ പറയുക, പാല് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് പാല് തിളപ്പിച്ചിട്ട് അതിൻ്റെ ചൂടാറിയ ശേഷം ഫ്രീസറിൽ വെച്ച് അതുപോലെ കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഇതുകൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് ഷേക്ക് നല്ല തിക്കായിട്ട് വരും. വെറുതെ പാല് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ലൂസായിട്ടുള്ള മിൽക്ക് ഷേക്കിൽ കിട്ടും. എനിക്ക് അത് ഇഷ്ടമല്ല, എനിക്ക് നല്ല കട്ടിയായിട്ടിരിക്കണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ആക്കിയത്. അത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊന്ന് ഇത്തിരി പോയി ഇത്തിരി ലൂസാവണം, അതിന് വേണ്ടി വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് സപ്പോർട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. കാരണം ഹെൽത്തി ആയിട്ടുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര വേണ്ട. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം ഉണ്ടാവില്ല, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പഞ്ചസാര ആ മധുരം ഇല്ലെങ്കിൽ അവർ കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആ പാല് കട്ടയാക്കിയതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ നല്ല കട്ടിക്കായിട്ടുണ്ട്, പക്ഷെ മധുരം വീണ്ടും ഇല്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും അടിച്ചെടുത്തു. എന്നിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ല മധുരത്തിന് കിട്ടി. നമ്മൾ ഈ സപ്പോട്ടയുടെ മധുരം മാത്രമാകുമ്പോൾ തീരെ കഴിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പാലും കൂടി ചേർക്കുമ്പോൾ ആ ഉള്ള മധുരം കൂടി പോകും. അതുകൊണ്ടാണ്. അപ്പോഴേക്കും മോൾ ഗ്ലാസ്സൊക്കെ ആയിട്ട് വന്നു. അതിലേക്ക് ഞാൻ ആ ഷേക്ക് ഒഴിച്ചെടുത്തു. എൻ്റെ അതിലേക്ക് കുറച്ച് വനില ഐസ്ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ സ്ട്രോബെറിയുടെ ചോക്ലേറ്റ് ആണ് കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുത്തു, ഡെക്കറേറ്റ് ചെയ്തു. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്ക് അല്ലേ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.